2012 എൻ്റെ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം അന്ന് അതൊക്കെ ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ. തൈറോയിഡിൻ്റെ ഓപ്പറേഷന് പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു 10 വർഷം ഈ തൈറോയിഡ് കൊണ്ടു നടന്നുകൊണ്ട് ഗൊയിറ്ററായിട്ട് മാറിയാണ്, തൊണ്ടയിൽ ഗൊയിറ്റർ 10 വർഷം ഗൊയിറ്ററായിട്ട് മാറിയത് കൊണ്ട് നടന്നു, ഹോമിയോ കഴിച്ച് കൊണ്ട് നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വോയിസ് തരികയില്ലെന്ന് പറഞ്ഞു, ശബ്ദമേ തരില്ല. അപ്പം നമ്മൾ അന്ന് മനോരമയിൽ ഓപ്പറേഷന് പോകുന്ന വഴിക്ക് മനോരമയിൽ ഒരു പ്രോഗ്രാമുണ്ട്, ഒരു പാട്ട് പാടണം. ഞാനപ്പോൾ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ കൈവിരിച്ചു നിന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, നീ തന്ന ശബ്ദം എനിക്കിനി തിരിച്ചില്ല. ഞാൻ എൻ്റെ ലാസ്റ്റ് പാട്ടാണ് മനോരമയിൽ ഷൂട്ടിന് ഞാൻ പാടാൻ പോകുന്നത്, എനിക്ക് അവർ വോയിസ് തരില്ലെന്നാണ് പറഞ്ഞത്. അപ്പം എന്നെ എന്തിനാ ഇനിയിപ്പോൾ ഈ ഭൂമിയിലെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. കാരണം വോയിസ് ഇല്ലേ പിന്നെ ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, മനസ്സിലായോ? അത്രയും നാൾ നമ്മൾ ഒരു ഗായി അല്ലെങ്കിൽ ഒരു ഗായകനെന്ന് പറഞ്ഞാൽ ശബ്ദമില്ലെങ്കിൽ പിന്നെ പോയില്ലേ, മനസ്സിലായോ? അപ്പം ഞാനങ്ങനെ ദൈവത്തോട് പറഞ്ഞു കരഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ഞാൻ പോയി അവിടെ ഈത്തനലും തിങ്കളും പാടി. എന്നിട്ട് ഞാനിങ്ങനെ പോയി എല്ലാ സാധനങ്ങളും എടുത്ത് പിറ്റേ ദിവസം ഓപ്പറേഷനാണ്. ഞാനിങ്ങനെ പോയി പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ മോൻ വിളിക്കുകയാണ്, ആൻറ്റി പിന്നെ ഇവിടെ സിൽവർ ലൈൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, ഒന്ന് കയറി ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കയറി. അന്ന് അവൻ പറഞ്ഞ കേട്ടേക്കാം, ആദ്യം കഴിയില്ലെന്ന് പറഞ്ഞു, പിന്നെ അവൻ പറഞ്ഞു ആൻറ്റി ഒന്ന് കയറുമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് കയറി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ ടോം ബാബു, അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടറെ ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് പോവുകയാണ് എന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യാൻ പോയി. എവിടെയാണ്? അപ്പോൾ ഇന്ന സ്ഥലമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവിടെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച പ്രൊഫസേഴ്സൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്, ചേച്ചിക്ക് ഒരിക്കലും വോയിസിന് ഒരു വ്യത്യാസവും വരില്ല, അവർ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വോയിസ് തിരിച്ചു തരാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്, അത് അവർ ശടിച്ചു പറഞ്ഞതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ ചുറ്റിനിങ്ങനെ നോക്കി. അപ്പോൾ ഭയങ്കര ശാന്തമായൊരു അന്തരീക്ഷം അവിടെ. ഞാൻ ചോദിച്ചു ഇവിടെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ, എനിക്ക് എൻ്റെ ശബ്ദം തിരിച്ചു തരാൻ പറ്റുമോ, ചേച്ചിയുടെ 3-ാം ദിവസം ചേച്ചിക്ക് പാടാൻ പറ്റുമോ, ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 3-ാം ദിവസം പാടാൻ പറ്റും, ദൈവത്തിൻ്റെ ഇടപെടല. എന്നിട്ട് അദ്ദേഹം ഉടനെ ദൈവത്തിൻ്റെ രൂപം ഇങ്ങനെ എടുത്ത് കാണിച്ചു. ഇതിൽ വിശ്വാസമൊന്നും ഇല്ലെന്ന് മനസ്സിലായോ? കർത്താവിൻ്റെ ഒരു രൂപമായിരുന്നത് എന്നെ എടുത്ത് കാണിച്ചു. ഇതിൽ വിശ്വാസം ഇല്ലെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ്, കാരണം ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വെച്ചാണ് പോകുന്നത്. എന്തും ആയിക്കോട്ടെ, അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ദൈവത്തെ വിളിച്ച് കരഞ്ഞാൽ ദൈവം കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം കേട്ടു. ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് 1 മാസമായിട്ടും പാടാൻ പറ്റുന്നില്ല. ഞാൻ ഓർത്തു ശബ്ദമൊക്കെ പോയി, എനിക്ക് വോയിസ് ഇല്ല. അപ്പോഴും ഞാൻ സങ്കടപ്പെട്ടു, ദൈവമേ നീ എനിക്ക് ഈ ആശുപത്രിയിൽ എനിക്ക് വോയിസ് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ശബ്ദം ഇല്ലല്ലോ, പാടാൻ എനിക്ക് പറ്റണില്ലല്ലോ, അപ്പോൾ എൻ്റെ ശബ്ദം നീ എടുത്തു ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഇത് ചോദിച്ച് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നിൽക്കുമ്പോൾ ഉടനെ തന്നെ ഒരു കോള് വരികയാണ്, ചേച്ചി നാളെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, ചേച്ചി വന്ന് പാടണം. കേൾക്കണുണ്ടോ? ചേച്ചി വന്ന് പാട്ട് പാടണം, പാടിത്തരണം. ഞാൻ പറഞ്ഞു അത് എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് സൗണ്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ സൗണ്ടേ ഇല്ല, എനിക്ക് പാടുമ്പോൾ സൗണ്ടേ ഇല്ല. ഞാൻ പറഞ്ഞു എൻ്റെ സൗണ്ട് കേട്ടില്ലേ, എനിക്ക് സൗണ്ടില്ല എന്ന് പറഞ്ഞു. ചേച്ചി ഉള്ള സൗണ്ട് എന്തും ആയിക്കോട്ടെ വന്ന് പാടിക്കൊള്ളാം, കിട്ടണത് മതി, ഇല്ലെങ്കിൽ വേണ്ട, കിട്ടണത് മതി എന്ന് പറഞ്ഞു. ഒരച്ഛനെ എന്നെ വിളിക്കണം. ഞാൻ പോയി സ്റ്റുഡിയോയിൽ പോയി നിൽക്കുകയാണ്, പാട്ടാനേ പറ്റണില്ല, സൗണ്ടില്ല. ഇവർ തന്ന പേപ്പറും പിടിച്ച് ഞാനിങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുക, ദൈവത്തോടും പ്രാർത്ഥിച്ചൊന്നും പാടാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂളിയെ. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ എൻ്റെ വോയിസ് എനിക്ക് തിരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ചേച്ചിയുടെ തോന്നലാ, ചേച്ചിയുടെ വോയിസിൽ ഞങ്ങൾ വോക്കൽ കോഡിനൊന്നും ചെയ്തിട്ടില്ല, ചേച്ചിയുടെ വോയിസ് അവിടെ തന്നെയുണ്ട്, ചേച്ചിയുടെ മനസ്സിൻ്റെതാന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചേച്ചിക്ക് സൗണ്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് സൗണ്ടില്ല, മൂളാൻ പോലും സൗണ്ടില്ല. ഞാനിങ്ങനെ ഇത് പിടിച്ചു ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മൈക്കിൽ പോയി നിൽക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പാടി. അപ്പം അപ്പുറത്തുനിന്ന് അവർ ഈ ഹെഡ്ഫോണിലൂടെ എനിക്ക് ഇങ്ങനെ പറയണേ, ചേച്ചി എന്ത് മനോഹരമായിട്ടാണ് പാടുന്നത്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഇത് എന്ത് അത്ഭുതമാണ് ഈ സംഭവിക്കണത്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല.
തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഏക അയ്യണമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പാട്ട് പാടുന്നു. പിന്നീട് ഏതെല്ലാം രാജ്യത്ത് എവിടെയെല്ലാം പോയി പാട്ട് പാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഇടപെടൽ. നമ്മൾ സങ്കടപ്പെട്ട് ഈ ദൈവത്തെ വിളിച്ചാൽ അവിടെ കേൾക്കും. തീർച്ചയായിട്ടും ദൈവം കേൾക്കും. എനിക്ക് തോന്നുന്നു മാമിൻ്റെ ഒരു ഇമോഷണൽ സൈഡ് ഞങ്ങൾ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സൗണ്ട് പോയി ഇതൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല.